ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഡേ 4 ആയി. ഞങ്ങൾ ഉറങ്ങി എണീച്ചേക്ക് നമ്മൾ മണാലി ഏകദേശം എത്താനായി. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഞങ്ങളുടെ ബസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഓൾറെഡി നമ്മൾ മണാലി എത്തണതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുകൂടാണ്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂയോട് കൂടിയിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. രണ്ട് സൈഡിൽ നിന്നും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുവിധം എല്ലാവരും എണീറ്റു കാഴ്ചകൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മഞ്ഞുമല ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഗൈസ്, നമ്മൾ സ്നോ കണ്ടു. ഇനി നമ്മൾ തൊടാൻ പോവുകയാണ് ഗൈസ്. ഫൈനലി മാനിഫെസ്റ്റ് ചെയ്തെടുത്തു ഞങ്ങളത്. മാനിഫെസ്റ്റേഷൻ. ഫൈനലി നമ്മൾ മണാലിയിലെത്തി. ഇനി നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഈ ബസ്സിലല്ല. വോൾവോ ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് 2 ട്രാവലറിലായിട്ടാണ്. നമ്മളിപ്പോൾ നേരെ സ്റ്റേയിലേക്കാൻ പോകുന്നത്. അതിനുശേഷം മൊത്തം മണാലിക്ക് ഇറങ്ങാൻ പോകുന്നതും 2 ട്രാവലർ വെച്ചിട്ടാണ്. നമ്മൾ ലഗേജസ് എല്ലാം ഇറക്കി നേരെ ട്രാവലറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നിയർലി ഒരു 15 minutes പാടവയാണ് പാർക്കിംഗ്. അടിപൊളിയായിരുന്നു. കാരണം രാത്രി അങ്ങനെ ഞങ്ങൾ സ്റ്റേയിലെത്തി ഗൈസ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സ്നോ കണ്ടിട്ടുള്ള സന്തോഷമാണ് നേരത്തെ നിങ്ങൾ കേട്ടത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ലഗേജസ് എല്ലാം കയറ്റി നേരെ റൂമിലേക്ക് പോവാണ്. നമ്മൾ ലഗേജസ് എല്ലാം റൂമിലേക്ക് വെച്ചേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരണം. കാരണം ഓൾറെഡി നമുക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ആൻഡ് ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്, ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള. We got the best view. Just look at wow guys. അങ്ങനെ ലഗേജസ് ഒക്കെ സെറ്റാക്കി വ്യൂവും കണ്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇവരൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ഞങ്ങളെല്ലാവരും റെഡി ആവാൻ പോകണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനൊന്നും ടൈമില്ല. നമുക്കിന്ന് ഇവിടെ 2-3 സ്ഥലങ്ങൾ വിസിറ്റ് ഉണ്ട്. അപ്പോൾ റെഡി ആവാൻ വന്നിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി മണാലി വിശേഷങ്ങൾ പാർട്ട് 2 കാണാം.